വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് വന്നിട്ട് അവിടെ പുത്രന്മാരോടൊപ്പം താമസിക്കുകയും കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനെ കാത്തിരിക്കുകയും ചെയ്യുന്ന നിത്യതയെക്കുറിച്ചുള്ള പുതിയ മഹത്തായ ഒരു ദർശനം ദൈവം അബ്രാഹാമിന് കൊടുക്കുവാനിടയായി. അവിടെയാണ് നാം പറഞ്ഞ് അവസാനിപ്പിച്ചത്. അങ്ങനെ അബ്രാഹാമിൻ്റെ വംശാവലി പഠിച്ചു വരുമ്പോൾ പിൽക്കാലത്ത് ഇസ്രായേൽ ജനം അവിടെ നിന്ന് 14-ാമത്തെ തലമുറയിലേക്ക് വരുമ്പോൾ ഇശായുടെ പുത്രനായി യഹൂദയിലെ ബെത്ലഹേമിൽ എഫ്രാത്തിൽ ഇശായുടെ മക്കളിൽ 8 മക്കളിൽ ഏറ്റവും ഇളയവനായ ദാവീദിനെ ദൈവം ശമൂൽ പ്രവാചകനെ അയച്ച് അഭിഷേകം ചെയ്യുമ്പോൾ അവൻ്റെ മേൽ